ചോട്ടാ ഭീം നമ്മളിൽ മിക്കവരുടെയും ചൈൽഡ്ഹുഡിൻ്റെ ഭാഗമാണ്. ചെറുപ്പത്തിലെ കാർട്ടൂൺ കാണുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഭീം എങ്ങനെ ജയിക്കും, വില്ലന്മാരൊക്കെ എങ്ങനെ തോൽപ്പിക്കും എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഭീമിന്റെ പാരൻസിനെ കുറിച്ചൊന്നും എന്താണ് കഥയിലൊന്നും കാണിക്കാത്തത്? കാലിയ ശരിക്കും വില്ലനാണോ, അതോ നമ്മളങ്ങനെ വിശ്വസിച്ച് പോയതാണോ? പിന്നെ ജഗ്ഗു, ധോലക്പൂരിലെ എല്ലാ മങ്കീസിൽ നിന്നും അവൻ മാത്രം എന്താണ് ഇങ്ങനെ വ്യത്യസ്തമായി പോയത്? വർഷങ്ങളായിട്ട് ആരാധകർ പങ്കുവച്ച ഫാൻ തിയറിയും കാർട്ടൂൺസിൽ കാണുന്ന ചില ഇൻട്രസ്റ്റിംഗ് ഡീറ്റെയിൽസും ചേർത്ത് നോക്കുന്ന ഒരു ഡിസ്കഷൻ മാത്രമാണിത്. ആദ്യം നമുക്ക് ഭീമിന്റെ പാരൻസിനെ കുറിച്ച് പറയാം. ഒരു നിമിഷം നിങ്ങൾ ഈ ഒരു കാര്യം ആലോചിച്ച് നോക്ക്. ധോലക്പൂരിലെ മിക്ക ക്യാരക്ടേഴ്സിന്റെ കുടുംബത്തെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. ചുക്കിയുടെ പാരൻസ്, രാജുവിന്റെ റിലേറ്റീവ്സ്, ധോലു, ബോലു എല്ലാവരെയും കുറിച്ച് കഥ പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രം ഇവിടെ വിചിത്രമാണ്. ഓരോ തവണയും രാജ്യം രക്ഷിക്കുന്ന കഥയുടെ മെയിൻ ക്യാരക്ടറായ ഭീമിന്റെ കുടുംബത്തെക്കുറിച്ച് മാത്രം ഒരു വ്യക്തമായ വിവരവുമില്ല. ഇത് വെറും ഒരു സ്റ്റോറി റൈറ്റിംഗിലെ ഒരു മിസ്റ്റേക്ക് ആവോ, അല്ലെങ്കിൽ മനഃപൂർവ്വം ഉത്തരം പറയാതെ വിട്ട ഒരു മിസ്റ്ററി ആണോ? ചില ഫാൻസിന്റെ തിയറി പ്രകാരം ഭീമിന്റെ മാതാപിതാക്കൾ സാധാരണക്കാരായിരുന്നില്ല. ധോലക്പൂരിനെ സംരക്ഷിച്ചിരുന്ന പഴയ തലമുറയിലെ വീരന്മാരിൽ ഒരാളായിരിക്കാം അവര്. ഒരു പക്ഷെ ഒരു വലിയ യുദ്ധത്തിൽ അവരില്ലാണ്ടായി. അതിനുശേഷം അറിയാതെയാണെങ്കിലും ആ ഒരു ഉത്തരവാദിത്വം ഭീമിന്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഒരു ചെറിയ കുട്ടിയാണെങ്കിലും രാജു ഉൾപ്പെടെ എല്ലാവരും ഭീമിനോട് ഇത്ര വലിയ വിശ്വാസം കാണിക്കുന്നത്. തെളിവൊന്നുമില്ല, പക്ഷെ ഈ തിയറി ആരും നിഷേധിക്കുന്നുമില്ല. അടുത്തതായിട്ട് കാലിയെ കുറിച്ച് നോക്കാം. നമ്മളിൽ മിക്കവരും അവനെ വില്ലനായിട്ടാണ് കണ്ടു വളർന്നത്. കാരണം കഥ അങ്ങനെയാണ് നമ്മളെ വിശ്വസിപ്പിച്ചത്. പക്ഷെ കാർട്ടൂൺസിൽ വീണ്ടും കണ്ടാൽ ഒരു ചെറിയ കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. കാലിയയുടെ പ്രശ്നം ധോലക്പൂരിനോടായിരുന്നില്ല, ഭീമിനോട് മാത്രമായിരുന്നു. അവൻ എപ്പോഴും ഭീമിനെ തോൽപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ രാജ്യം നശിപ്പിക്കാനോ സ്വന്തം ആളുകളെ ഉപദ്രവിക്കാനോ ശ്രമിക്കുന്ന ഒരു എപ്പിസോഡ് വളരെ കുറവാണ്. അപകടം വരുമ്പോൾ പലപ്പോഴും അവനും മറ്റുള്ളവരോടൊപ്പം പോരാടുന്നതായിട്ട് കാണാം. അപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, കാലിയ ശരിക്കും വില്ലനായിരുന്നോ, അല്ലെങ്കിൽ എപ്പോഴും കമ്പാരിസണിൽ തോറ്റുപോയ ഒരു റിവൽ മാത്രമായിരുന്നോ? സത്യത്തിൽ ഇത് കാർട്ടൂൺസിൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല. സ്കൂൾസിലും കോളേജിലും ഒരാളെ മാത്രം എല്ലാവരും കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് തോന്നുന്ന ഒരു വികാരം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണത്. ഒരുപക്ഷെ കാലിയയുടെ യഥാർത്ഥ ശത്രു ഭീമായിരുന്നില്ല, ആ ഒരു കമ്പാരിസൺ മാത്രമായിരുന്നു. ജഗ്ഗുവിനെ കുറിച്ച് നോക്കുമ്പോൾ ആദ്യം കാണുമ്പോൾ ഒരു ഫണ്ണി ആയിട്ടുള്ള മങ്കിയെ പോലെ തോന്നും. പക്ഷെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ധോലക്പൂരിലെ മറ്റുള്ള കുരങ്ങന്മാരിൽ നിന്നും കുറച്ച് വ്യത്യസ്തനാണ് ജഗ്ഗു. അവൻ സംസാരിക്കുന്നുണ്ട്, തമാശ പറയുന്നുണ്ട്. പലപ്പോഴും മറ്റാരും ശ്രദ്ധിക്കാത്ത അപകടങ്ങൾ പോലും ആദ്യം മനസ്സിലാക്കുന്നത് ജഗ്ഗു ആണ്. ഭീമിന് ഉപദേശം നൽകുന്നുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഭീമിനേക്കാൾ മെച്യൂറായിട്ട് ചിന്തിക്കുന്നത് പോലും കാണാം. അപ്പോൾ അവൻ ശരിക്കും ഒരു സാധാരണ മങ്കിയാണോ, അല്ലെങ്കിൽ കഥയിൽ പറയാതെ വിട്ടുപോയ മറ്റൊരു കഥാപാത്രമാണോ? ചില ഫാൻസ് പറയുന്നത് ജഗ്ഗു ഒരു ഗാർഡിയൻ പോലെയാണ്. ഭീമിനെ സംരക്ഷിക്കാനാണ് അവൻ എപ്പോഴും കൂടെയുള്ളത്. ഇതിന് തെളിവില്ല, പക്ഷെ ജഗ്ഗു ഇല്ലാത്ത പല എപ്പിസോഡിന്റെയും എൻഡിങ് തന്നെ മാറിയാനേ എന്നത് സത്യമാണ്. ഒരു നല്ല കഥയുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ? അത് അവസാനിക്കുമ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകൂല. പകരം നമ്മൾ ഇതുവരെ ചോദിക്കാത്ത ചോദ്യങ്ങളാണെങ്കിൽ നമ്മുടെ മനസ്സിലും ഉണ്ടാവും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ഭീമിന്റെ പാരൻസിനെ കുറിച്ചും കാലിയെക്കുറിച്ചും ജഗ്ഗുവിനെ കുറിച്ചൊക്കെയാണ്. പക്ഷെ കുറച്ചു നേരം അവരെ മറന്നേക്കാം. പകരം ഈ കഥ എഴുതിയ ആളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒരിക്കലും എഴുതപ്പെട്ടിട്ടില്ല. കാരണം ചിലപ്പോൾ ഒരു കഥയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ഭാഗം അതിലെഴുതിയിരിക്കുന്നതല്ല, എഴുതാതെ വിട്ടിരിക്കുന്ന ആ ഒരു ചെറിയ ഭാഗങ്ങളായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ആളുകൾ ചോട്ടാ ഭീമിനെ കാണുന്നത് വെറും ഒരു നൊസ്റ്റാൾജിയ കൊണ്ട് മാത്രമല്ല. ഓരോ തവണയും വീണ്ടും കാണുമ്പോൾ കുട്ടിക്കാലത്ത് കാണാതെ പോയ ആ ഒരു ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പക്ഷേ നമ്മൾ വളർന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഈ വീഡിയോ പോലും ഉണ്ടാകണമെന്നില്ല. കാരണം കുട്ടിയായിരുന്നപ്പോൾ നമ്മൾ കണ്ടതൊരു ഹീറോയെ ആയിരുന്നു. വളർന്നപ്പോൾ നമ്മൾ കാണുന്നത് ഒരു മിസ്റ്ററിയുമാണ്. അതാണ് ഒരു നല്ല സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ശക്തി. ഒരു കഥ അവസാനിച്ചിട്ടും അത് പ്രേക്ഷകൻ്റെ മനസ്സിൽ തുടരുന്നു. അപ്പോൾ ഇനിയൊരു കാര്യം ചെയ്യൂ. ഇന്ന് രാത്രി സമയം കിട്ടിയാൽ ചോട്ടാ ഭീമിൻ്റെ ഏതെങ്കിലും ഒരു പഴയ എപ്പിസോഡ് വീണ്ടും കാണും. സ്റ്റോറി കാണാൻ വേണ്ടിയിട്ടല്ല, ബാക്ക്ഗ്രൗണ്ട് നോക്കൂ, ക്യാരക്ടേഴ്സ് എങ്ങനെ പെരുമാറുന്നതെന്ന് നോക്കൂ. ആരാണ് സംസാരിക്കാത്തത്, ആരാണ് എപ്പോഴും ശ്രദ്ധിക്കുന്നത്, ആരെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്, അതൊക്കെ നോക്ക്. കാരണം ചിലപ്പോൾ ഒരു കഥയുടെ ഏറ്റവും വലിയ രഹസ്യം നമ്മൾ ആദ്യമായി കണ്ടപ്പോൾ ശ്രദ്ധിക്കാത്ത വിട്ടുപോയ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ആയിരിക്കും.